മഹാശിലാ സംസ്കാരത്തോളം നീളുന്ന ചരിത്ര പാരമ്പര്യം തുടികൊട്ടി നിൽക്കുന്ന ദേശമാണ് മണ്ണാർക്കാട്. ചരിത്രത്തിലെ എത്രയോ ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാടാണ് മണ്ണാർക്കാട്. നിരവധി ചരിത്ര പുരാരേഖകളാൽ മണ്ണാർക്കാട് ദേശം ഇന്നും സമ്പന്നമാണ്. ചരിത്രത്തിന്റെ ഈ രജതരേഖകളെ സംരക്ഷിക്കുന്നതിനോ അവയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനോ ശ്രദ്ധേയമായ ഒരു നടപടിയും ഇവിടെ ഇന്നോളം ഉണ്ടായില്ല എന്നത് ഖേദകരമാണ്. 2018 മണ്ണാർക്കാടിന്റെ ചരിത്രപ്പെരുമ എന്ന ഏറെ ശ്രമകരമായ ചരിത്രഗ്രന്ഥം മണ്ണാർക്കാടിന്റെ സാഹിത്യകാരൻ ശ്രീ KPS പയ്യനടം തയ്യാറാക്കിയിരുന്നു. വൈവിധ്യമാർന്ന ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്ത സംസ്കാരമുള്ളവർ ഒക്കെ മണ്ണാർക്കാടിന്റെ നഗരപരിസരങ്ങളിലും മറ്റ് പ്രദേശങ്ങളുമായിട്ട് കുടിയേറിപ്പാർത്ത് ഇപ്പോൾ താമസിച്ചു വരികയും അതുപോലെ ഇസ്ലാമികമായ ഹൈന്ദവമായ നിരവധി ആരാധനാലയങ്ങളും അവയുടെ ചരിത്രവും ഒക്കെ മണ്ണാർക്കാടിന്റെ ചരിത്ര പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ മണ്ണാർക്കാടിന്റെ ചരിത്രം അങ്ങനെ ഒരു ഗ്രന്ഥരൂപത്തിൽ ഇതുവരെ വരികയുണ്ടായിട്ടില്ല. പല പരാമർശങ്ങൾ പലയിടത്തുമുണ്ട് എന്നതല്ലാതെ. അപ്പോഴാണ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിശോധനമായിട്ട് മണ്ണാർക്കാടിന്റെ ചരിത്രം പുസ്തകമായിട്ടും ഡോക്യുമെന്ററി ആയിട്ടും തയ്യാറാക്കാനുള്ള തീരുമാനം വന്നത്. അതിന്റെ ചുമതല എന്നിൽ വന്ന് ചേർന്നപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ് മണ്ണാർക്കാടിന്റെ ചരിത്രപ്പെരുമ എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ തീർച്ചയായിട്ടും ഇന്ന് ലഭ്യമായ നിരവധി ചരിത്ര വസ്തുതകൾ, അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും മറ്റ് വസ്തുതകളും ശേഖരിച്ചുകൊണ്ട് അതിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മണ്ണാർക്കാടിന്റെ ഇരുളടഞ്ഞ ഭൂതകാലത്തെക്കുറിച്ച് നമുക്ക് വെളിച്ചം വീശുന്നതിനുള്ള ഏക ആശ്രയമാണ് ഈ ഗ്രന്ഥം. മണ്ണാർക്കാടിന്റെ പ്രാചീന ചരിത്രത്തിനും പ്രതാപധന്യമായ ചരിത്ര പാരമ്പര്യത്തിനും നേർസാക്ഷ്യമായി ഇന്നും നിലനിൽക്കുന്ന ചരിത്ര തിരുശേഷിപ്പുകളിലൂടെ കാലിക്കറ്റ് സർവകലാശാല ഡിഗ്രി പ്രൊജക്ടിന്റെ ഭാഗമായി 2024 മാർച്ച് മാസം സയ്യിദ് ഹാഷിർ, സുഹൈൽ എന്നീ വിദ്യാർത്ഥികൾ നടത്തിയ പഠനയാത്രയിലൂടെ ഈ ചരിത്ര സ്മാരകങ്ങളുടെ നിലവിലുള്ള സ്ഥിതിവിശേഷങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അത് വിവരിക്കുകയാണ് ഈ ഡോക്യുമെന്ററിയിലൂടെ. പശ്ചിമഘട്ട മലനിരകളുടെ മനോഹാരിതയിൽ സൈരന്ധ്രയിൽ നിന്നുത്ഭവിച്ച് ഭാരതപ്പുഴയിലേക്ക് ചേരുന്ന കുന്തിപ്പുഴയുടെയും നെല്ലിപ്പുഴയുടെയും തഴുകിത്തലോടലുകളാൽ അനുഗ്രഹീതമായ ദേശമാണ് മണ്ണാർക്കാട്. മഹാശിലാ സംസ്കാരത്തിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി നന്നങ്ങാടികളുടെ പുരാരേഖകളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് 5000 വർഷം വരെ പഴക്കമുള്ള മനുഷ്യവാസത്തിന്റെ പാരമ്പര്യമുള്ള നാടാണിത്. ചരിത്രത്തിന്റെ അനേകം സന്നിഗ്ധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഈ പ്രദേശത്ത് ഇന്നും അതിൻ്റെയെല്ലാം നിരവധിയായ തിരുശേഷിപ്പുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അനേകം നാടുവാഴികളും പിന്നീട് ഹൈദരലിയും ടിപ്പു സുൽത്താനും അതിനുശേഷം ഭരണം നടത്തിയിരുന്ന അധിനിവേശ ശക്തികളുമാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇവിടെ. മണ്ണാർക്കാട് ടിപ്പു സുൽത്താൻ റോഡും ഇപ്പോഴും നിലനിൽക്കുന്ന നിരവധി കരിങ്കല്ലത്താണികളും ടിപ്പു ഭരണത്തിന്റെ തിരുശേഷിപ്പുകളാണ്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച നെല്ലിപ്പുഴ പാലത്തിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. നെല്ലിപ്പുഴയിലെ പുതിയ പാലത്തോട് ചേർന്ന് പഴയ ഇരുമ്പുപാലം ഇന്നും അവിടെ നിലനിൽക്കുന്നു. സാമൂഹ്യദ്രോഹികളുടെ വിളയാട്ട കേന്ദ്രമായി ഇതിനെ വിട്ടുകൊടുക്കാതെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഈ ബ്രിട്ടീഷ് നിർമ്മിതിയെ സംരക്ഷിക്കണമെന്ന് പല സന്നദ്ധ സംഘടനകളും ആവശ്യം ഉന്നയിച്ചതാണ്. ആധുനിക മണ്ണാർക്കാടിന്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്ഥാനമുള്ള നെല്ലിപ്പുഴ ബ്രിട്ടീഷ് പാലം സംരക്ഷിക്കുന്നതിന് സർക്കാർ തലത്തിൽ പ്രത്യേകം പദ്ധതി ആവിഷ്കരിക്കേണ്ടതാണ്. തുടർന്ന് കൊളപ്പാകം പള്ളിയുടെ പ്രത്യേകതകൾ കാണുന്നതിനായി പോയി. പുല്ലിശ്ശേരിക്ക് സമീപമുള്ള കൊളപ്പാകം ജുമാ മസ്ജിദ് മണ്ണാർക്കാട് പ്രദേശത്ത് ആദ്യമായി സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ആരാധനാലയമാണ്. പ്രാചീന മുസ്ലിം പള്ളികളുടെ വാസ്തുവിദ്യയിൽ നിർമ്മിക്കപ്പെട്ട ഈ മസ്ജിദ് ഇന്നും അതേപടി സംരക്ഷിച്ചു നിലനിർത്തിയിരിക്കുന്നു എന്നതിൽ അതിന്റെ കമ്മിറ്റി ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കേണ്ട വസ്തുതയാണ്. ഏകദേശം 231 വർഷം അതിന് കാലപ്പഴക്കമുണ്ടെന്ന് പള്ളിയിലെ രേഖകൾ പരിശോധിച്ച KPS പയ്യനടം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊളപ്പാകം പള്ളിയിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയിൽ പള്ളിക്കുറുപ്പിലാണ് മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിരവധി ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ക്ഷേത്രമാണ് പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രം. മനോഹരമായ ഈ ക്ഷേത്രം അതിന്റെ പൗരാണിക പ്രൗഢിയോടെ ഇന്നും നിലനിർത്തിയിരിക്കുന്നു. തുടർന്ന് മണ്ണാർക്കാട് അരക്കുറിശിയിലെ മൂപ്പിൽ നായരുടെ 16 കെട്ട് കാണുന്നതിനായി പോയി. അരക്കുറിശി ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രം മണ്ണാർക്കാടിന്റെ തിലകക്കുറിയാണ്. ചരിത്രപ്രസിദ്ധമായ മണ്ണാർക്കാട് പൂരം ഈ ക്ഷേത്രത്തിന്റെ ഉത്സവമാണ്.
ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്നാണ് മൂപ്പിൽ നായരുടെ ആസ്ഥാനമായ 16 കെട്ട് സ്ഥിതി ചെയ്യുന്നത്. മണ്ണാർക്കാട് വേറെവിടെയും 16 കെട്ട് കാണാൻ കഴിയില്ല. മൂപ്പിൽ നായരുടെ 16 കെട്ട് തറവാടിന് 500 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് KPS രേഖപ്പെടുത്തുന്നത്. കാലപ്പഴക്കം അതിന്റെ പല ഭാഗങ്ങൾക്കും ഇപ്പോൾ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. നിരവധി രാജാക്കന്മാർ ഭരണം നടത്തിയ ഈ ഭരണസിരാ കേന്ദ്രം അതിന്റെ നഷ്ടസൗഭാഗ്യങ്ങളെ ഓർത്ത് മൗനിയായി നിൽക്കുകയാണിപ്പോൾ. മൂപ്പിൽ നായർ കുടുംബത്തിലെ അനന്തരവന്മാരുടെ സ്വത്ത് ഭാഗം വകലിലെ നിയമപ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുന്നതിനാലാണ് 16 കെട്ട് ഇപ്പോൾ അനാഥമായി കിടക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. മണ്ണാർക്കാടിന്റെ ചരിത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ള ചരിത്ര സ്മാരകം സംരക്ഷിക്കുന്നതിന് സർക്കാർ തലത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമായിരിക്കുന്നു. അല്ലാതെ വന്നാൽ അതിമഹത്തായ ഈ പൈതൃക സ്വത്ത് സമീപഭാവിയിൽ നാമാവശേഷമാകും. അത് മണ്ണാർക്കാടിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ വല്ലാത്ത നഷ്ടമായിരിക്കും വരുത്തിവെക്കുന്നത്. മണ്ണാർക്കാടിന്റെ ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനം അലങ്കരിക്കുന്ന തറവാടാണ് കല്ലടി തറവാട്. അവരിൽ പലരും ബ്രിട്ടീഷുകാരോട് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും മണ്ണാർക്കാട് പ്രദേശത്ത് പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ചിരുന്ന ജനങ്ങളുടെ ദുരിതമകറ്റാൻ കല്ലടി തറവാട് എക്കാലത്തും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ആധുനിക മണ്ണാർക്കാടിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് അടിത്തറ പാകിയ മണ്ണാർക്കാട് MES കോളേജ് സ്ഥാപിക്കപ്പെട്ടത് തന്നെ കല്ലടി തറവാടിന്റെ പേരിലാണ്. കോളേജ് സ്ഥാപിക്കുവാൻ ആവശ്യമായ മുഴുവൻ സാമ്പത്തിക സഹായവും നൽകിയത് കല്ലടി ചെറിയ കുഞ്ഞഹമ്മദ് സാഹിബാണ്. വാളയാടി കുഞ്ഞഹമ്മദ് സാഹിബാണ് സ്ഥലം നൽകിയത്. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, താലൂക്ക് ആശുപത്രി എന്നിവ സ്ഥാപിക്കുന്നതിന് സ്ഥലം നൽകിയതും കല്ലടി കുടുംബമാണെന്ന് KPS വിവരിക്കുന്നു. പഴയ മണ്ണാർക്കാട് ടൗണിലെ പ്രതാപം ഓർമ്മിപ്പിച്ചുകൊണ്ട് പെരുമാളിന്റെ പലചരക്കു കട ഇന്നും അതേ നിരപ്പലകകളോടെ പ്രവർത്തിക്കുന്നു എന്നത് ഏറെ കൗതുകകരമാണ്. അതുപോലെ അവിടെ ദേശീയപാതയോരത്ത് മനോഹരമായി വാസ്തുവിദ്യയോടെ അങ്കാള പരമേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനു പിറകിലായി പഴയ സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മണ്ണാർക്കാട് പ്രദേശത്ത് ബ്രിട്ടീഷ് സൈന്യത്തെ ധീരമായി ചെറുത്തുനിന്ന അനേകം പടയാളികൾ ഉണ്ടായിരുന്നു. അവരുടെ നേതാവും മണ്ണാർക്കാട് രാജാവുമായി അറിയപ്പെട്ട സമരനായകനാണ് കുമരമ്പത്തൂർ സീതിക്കോയ തങ്ങൾ. സ്വാതന്ത്ര്യ സമരകാലത്ത് വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്ഥാപിച്ച മലയാള രാജ്യത്തിന്റെ മണ്ണാർക്കാട് ഗവർണറായി നിയമിക്കപ്പെട്ടത് കുമരമ്പത്തൂർ സീതിക്കോയ തങ്ങളായിരുന്നു. പരന്നു കിടക്കുന്ന അട്ടപ്പാടി മലനിരകളിൽ നിന്ന് സീതിക്കോയ തങ്ങളുടെ സംഘത്തെ പിടിക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചിട്ടില്ലെന്ന് മലബാർ പോലീസ് മേധാവി RH ഹിച്ച്കോക്ക് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം ബ്രിട്ടീഷുകാർ ഒരു ചതിയിലൂടെയാണ് സീതിക്കോയ തങ്ങളെ പിടികൂടിയത്. പിന്നീട് അദ്ദേഹത്തെ മലപ്പുറത്ത് വെച്ച് വിചാരണ ചെയ്ത് വെടിവെച്ചു കൊല്ലുകയും അദ്ദേഹത്തിന്റെ മൃതദേഹം അഗ്നിക്കിരയാകുകയും ചെയ്തു. ഇക്കാര്യം പേരമകൻ കോയക്കുട്ടിത്തങ്ങൾ വിവരിക്കാറുണ്ട്. ബ്രിട്ടീഷുകാർ ചരിത്രത്തിന്റെ ഇരുട്ടറകളിൽ തള്ളിയ സീതിക്കോയ തങ്ങളുടെ ചിത്രം 1921 100ാം വാർഷികത്തിൽ 2021 ഫ്രഞ്ച് മാഗസിനിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇതിനെ ആസ്പദമാക്കി നസറുദ്ദീൻ മണ്ണാർക്കാട് അദ്ദേഹത്തിന്റെ ലഘുചരിത്രം രേഖപ്പെടുത്തി. കുമരമ്പത്തൂർ സീതിക്കോയ തങ്ങളുടെ അനന്തരവൻ കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM നൌഫൽ തങ്ങളുടെ നേതൃത്വത്തിൽ 2021 ഗ്രാമപഞ്ചായത്ത് കവാടത്തിന് സീതിക്കോയ തങ്ങളുടെ നാമം ആലേഖനം ചെയ്യുകയുണ്ടായി. 2021 മുതൽ കുമരമ്പത്തൂർ പള്ളിക്കുന്നിൽ വിപുലമായ അനുസ്മരണ പരിപാടിയും നൌഫൽ തങ്ങൾ, KPS പയ്യനടം, കല്ലടി കോളേജ് അധ്യാപകൻ Dr. T. സൈനുൽ ആബിദ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നുണ്ട്. സീതിക്കോയ തങ്ങളോടൊപ്പം മണ്ണാർക്കാട് പ്രദേശത്തെ മറ്റനേകം സ്വാതന്ത്ര്യ സമര പോരാളികളുടെയും ചരിത്രം വിവരിക്കാനുണ്ട്. മണ്ണാർക്കാടിന്റെ ചരിത്ര സാംസ്കാരിക പൈതൃകം ഹ്രസ്വമായി വിവരിക്കുന്നതിനും അവ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം വിവരിക്കുന്നതിനുമാണ് ഈ ഡോക്യുമെന്ററി തയ്യാറാക്കിയത്. അവയുടെ സംരക്ഷണം ഈ ദേശത്തിന്റെ ചരിത്ര പാരമ്പര്യത്തിനും ഭാവി തലമുറക്കും വളരെയേറെ ഉപകാരപ്രദമാണ്. വരും തലമുറക്കായി അവയെ സംരക്ഷിച്ചു നിർത്താൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്.